വാർത്തകൾ തുടരുന്നു. മുൻ DGP ജേക്കബ് തോമസിനെതിരായ ഡ്രഡ്ജർ അഴിമതി കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിക്കണമെന്ന AGയുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിക്കും. കഴിഞ്ഞ വർഷം നവംബറിലാണ് ജേക്കബ് തോമസിനെതിരായ വിജിലൻസ് കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ജേക്കബ് തോമസിനെ വിടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? രേണുക, ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് പുറത്തുപോയെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം കാലാവധി പൂർത്തിയായി അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇല്ലെങ്കിൽ കൂടി ജേക്കബ് തോമസിനെ നിയമപരമായി അദ്ദേഹത്തിനോടുള്ള നേരത്തെ ഉണ്ടായിരുന്ന കേസുകൾ, ആ കേസുകളിൽ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അദ്ദേഹം നേരത്തെ തുറമുഖ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന സമയത്ത് ഡ്രഡ്ജർ വാങ്ങിയതിൽ അഴിമതി ആരോപിച്ചുള്ള വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ഇത് ഹൈക്കോടതി വരെ എത്തുകയും പിന്നീട് ഹൈക്കോടതി ഈ കേസ് തള്ളിക്കളയുകയും ചെയ്തു. തെളിവുകളുടെ അഭാവത്തിലാണ് ഹൈക്കോടതി ജേക്കബ് തോമസിനെ കുറ്റവിമുക്തനാക്കിയത്. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ സമർപ്പിക്കണമെന്നാണ് ലഭിച്ചിട്ടുള്ള നിയമോപദേശം. AGയാണ് ഇത്തരത്തിലൊരു നിയമോപദേശം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ളത്. 2021 നവംബർ 1 ജേക്കബ് തോമസിനെതിരായ വിജിലൻസ് കേസ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഹോളണ്ട് ആസ്ഥാനമായ കമ്പനിയിൽ നിന്ന് ഡ്രഡ്ജർ വാങ്ങിയതിൽ അഴിമതി നടന്നുവെന്നായിരുന്നു ഈ കേസ്. പക്ഷേ ഈ കേസിന് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് ഹൈക്കോടതി കേസ് തള്ളിയത്. എങ്കിലും ഇപ്പോൾ ജേക്കബ് തോമസിനെ വിടാതെ പിടികൂടാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. കേസുമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ തീരുമാനം. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.